ഗുഡ് മോർണിംഗ്. ഞാനങ്ങനെ ഓഫീസിലെത്തി. ഇപ്പോൾ 8 o'clock ആയിട്ടേ ഉള്ളൂ. സോ വെരി ഏർലി ആണ് ഓഫീസിൽ. അതുകൊണ്ട് ഇപ്പോൾ ഓഫീസിൽ ആരുമില്ല. ഒരാളെന്ത് പുറത്തിരുന്ന് ഫുഡ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ അതല്ലാണ്ട് വേറെ ആരുമില്ല. ഇപ്പോൾ പാൻട്രി സെക്ഷനിൽ ഫുഡൊക്കെ അവർ റെഡിയാക്കുക. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാം. സോ പ്ലെയിൻ ഓഫീസർ. അതുകൊണ്ട് തന്നെ ഇങ്ങനെ പതുക്കെ സംസാരിക്കുന്നത്. കാരണം ഉറക്കെ സംസാരിച്ച് കഴിഞ്ഞാൽ എല്ലായിടത്തും കേൾക്കും. അപ്പോൾ അവിടെ വർക്കേഴ്സ് അവർ ഫുഡെല്ലാം റെഡിയാക്കും. പിന്നെ വെറുതെ ഇതാക്കണ്ടെന്ന് വിചാരിച്ചിട്ട് പതുക്കെ സംസാരിക്കും. സോ ഓക്കെ, ഞാൻ ഓഫീസ് കാണിച്ചു തരാം. ആരുമില്ലാത്ത ഓഫീസ് ഞാൻ കാണിച്ചു തരാം. ഇതാണ് ഓഫീസ്. കണ്ടോ, ഒറ്റ ആൾക്കാരില്ല. ഫുൾ ഡെസ്കുകൾ മാത്രമേ ഉള്ളൂ. അങ്ങ് ലാസ്റ്റിലാണ് പാൻട്രി സെക്ഷൻ. അവിടെ ഫുഡ് അവരൊക്കെ റെഡിയാക്കുക. പിന്നെ ക്ലീനിങ് ആൾക്കാരൊക്കെ ഉണ്ട്. അവർ ഫുൾ അവിടെ ക്ലീൻ ചെയ്യും. ഇത് കണ്ടോ, ഇത് എൻ്റെ ഡെസ്ക്, മോണിറ്റർ, കീബോർഡ്, മൗസ്, ചെയർ. പിന്നെ എനിക്ക് പേപ്പേഴ്സും ഫയൽസൊക്കെ വയ്ക്കാൻ വേണ്ടിയിട്ട് അവരിങ്ങനെ ഡ്രോവർ പോലത്തെ തന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ നേരം കൊണ്ട് എന്തായാലും ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഈ ടൈം കൊണ്ട് ഞാൻ ലാപ്ടോപ്പൊക്കെ പുറത്തെടുത്ത് വയ്ക്കാം. പിന്നെ മെയിൽസൊക്കെ ചെക്ക് ചെയ്യാം എന്നൊക്കെ വിചാരിക്കും. എനിക്ക് 9 to 6 ആണ് വർക്കിംഗ് അവേഴ്സ്. സോ ഇപ്പോൾ 8 ആയതുകൊണ്ട് എനിക്കിപ്പോൾ തുറക്കണ്ട. പക്ഷേ വെറുതെ ഇരുന്നിട്ട് ബോറടിക്കും. അപ്പോൾ ഞാൻ ഇങ്ങനെ എന്ത് ചെയ്യുമെന്നതിന് വിചാരിച്ചുകൊണ്ടിരിക്കാം. പിന്നെ ഞാൻ വിചാരിച്ചു മെയിൽസൊക്കെ അന്നേരം കൊണ്ട് തുറന്നു നോക്കാം. എന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന സമയത്ത് നമുക്ക് വലിയൊരു ബ്രേക്ക് എടുക്കാം. ഞങ്ങളുടെ ഓഫീസിൽ നിന്ന് കാണുന്ന വ്യൂ ഇതാ. ഫുൾ മെയിൻ റോഡും ഹൈവേ പോലത്തെ റോഡൊക്കെ നല്ല രസമാണ്. ഒരു കുറച്ച് നേരം ഇങ്ങോട്ട് കഴിയുമ്പോഴേക്ക് ഈ റോഡ് ഫുൾ, 2 റോഡ്സും ഫുൾ ബ്ലോക്ക്ഡ് ആയിരിക്കും. അറിയാം. അങ്ങനെ ഞാൻ ഫുൾ സാധനങ്ങൾ എടുത്തു വെച്ചിട്ടുണ്ട്. ഗ്ലാസ്, ഇയർഫോൺസ്, ബുക്ക്, ലാപ്ടോപ്പ്. എനിക്ക് തോന്നുന്നു അവർ റെഡിയാക്കിയിട്ട് കുറച്ചെങ്കിലും റെഡിയാക്കി കാണുമെന്ന് തോന്നുന്നു. അപ്പോൾ ഞാൻ വിചാരിക്കുന്നു അവിടെ വരെ പോയി നോക്കാം. ഞാൻ കാണിച്ചു തരാം പാൻട്രി സെക്ഷൻ. അങ്ങനെ അധികം വലിയ ഫുഡ് ഐറ്റംസ് ഒന്നും ഇല്ല കേട്ടോ. ജസ്റ്റ് സ്നാക്സും ബ്രെഡ്, പിന്നെ ജാം, പിന്നെ ബട്ടർ, അങ്ങനത്തെ ഇതൊക്കെ ഉള്ളൂ. സോ ഇതാണ് പാൻട്രി സെക്ഷൻ. ഇവിടെ കുറച്ച് ബിസ്ക്കറ്റും ക്രോസാൻസും പിന്നെ കുറച്ച് ചിപ്സും അങ്ങനത്തെ കാര്യങ്ങളുണ്ട്. പിന്നെ ഇതിനകത്ത് വൈറ്റും ബ്രൗൺ ബ്രെഡും ബട്ടർ, പിന്നെ ബ്രെഡിൻ്റെ സ്പ്രെഡ്സും, പിന്നെ ഇത് ഗ്രനോള, പിന്നെ കുറച്ച് ബിസ്ക്കറ്റുകൾ, അങ്ങനെയൊക്കെ. പിന്നെ ആ റാക്കിൽ ഫുൾ ഫ്രൂട്ട്സ് വയ്ക്കും. അത് ഫില്ല് ചെയ്യാൻ പോയേക്കുക, എടുത്തിട്ട് വരാൻ പോയേക്കുക. പിന്നെ ഇത് കണ്ടോ, ജ്യൂസിൻ്റെ കൗണ്ടർ. അപ്പോൾ ഇതിന് കുറച്ചുകൂടെ ഫില്ല് ചെയ്യാനുണ്ട്. പിന്നെ ആവശ്യമുള്ളവർക്ക് മിൽക്ക് വേണമെങ്കിൽ മിൽക്ക്, കോക്കനട്ട് വാട്ടർ, പിന്നെ അങ്ങനെ കുറച്ച് ജ്യൂസിൻ്റെ ഐറ്റംസ്, അങ്ങനെയൊക്കെ. സോ ഇതാണ് ഞങ്ങൾ ഇരുന്ന് ചിൽ ചെയ്യാനായിട്ടുള്ളൊരു പ്ലേസ്. ഇവിടെ ഇരുന്ന് കഴിക്കാനും പറ്റും. അതിനുള്ള ടേബിൾസ്, സോഫാസ് അങ്ങനെയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതാണ് എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ്. കുറച്ച് ലേസിൻ്റെ ചിപ്സും പിന്നെ ബ്രെഡും പീനട്ട് ബട്ടറും ജാമും, പിന്നെ അതിൻ്റെ മുകളിൽ ഞാൻ കുറച്ച് ബനാനാസും, പിന്നെ കാവൻസ് ചോക്ലേറ്റ് ജ്യൂസ്. ഇപ്പോൾ കുറച്ച് ആൾക്കാർ വന്നു തുടങ്ങി. അങ്ങനെ 8:30 ആയിട്ടായി. സോ ഞാൻ പെട്ടെന്ന് കഴിക്കട്ടെ. 1/2 മണിക്കൂറൂടെ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് എനിക്ക് ലോഗിൻ ചെയ്യണം 9 ആകുമ്പോഴേക്ക്. ഞാൻ കഴിക്കട്ടെ കേട്ടോ. ഇതാണ് എൻ്റെ വ്യൂ. പ്രത്യേകിച്ചൊന്നുമില്ല. പക്ഷെ എന്തെന്നായാലും അങ്ങ് അവിടെ ഏതോ ഏവിയേഷൻ സ്കൂൾ അങ്ങനെ എന്തോ. അപ്പോൾ ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ആകുന്നതും ലാൻഡ് ചെയ്യുന്നതൊക്കെ കണ്ടുകൊണ്ടിരിക്കുക. അപ്പോൾ നല്ല രസം.
കുറേ ഫ്ലൈറ്റ്സ് ഇങ്ങനെ റൗണ്ട് ചെയ്ത് ഇങ്ങനെ ഓരോ ആൾക്കാരും ഫ്ലൈറ്റിന് പഠിക്കുന്നത്. അപ്പോൾ നല്ല രസമാണ് കണ്ടുകൊണ്ടിരിക്കാൻ. ഓക്കെ, അപ്പോൾ ഞാൻ കഴിക്കട്ടെ. എനിക്ക് ലോഗിൻ ചെയ്യണം. ഇന്ന് എനിക്ക് 2 വർക്ക് കംപ്ലീറ്റ് ചെയ്ത് ഇന്ന് ഉച്ചയ്ക്ക് മുന്നേ കൊടുക്കണം. സോ അതിൻ്റെ ഒരു ചെറിയ ടെൻഷനിലിരിക്കുക. ഞാനിവിടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ടിരിക്കുക. ഇതിപ്പോൾ എൻ്റർ ചെയ്യുന്ന സൈഡായതുകൊണ്ട് വരുന്ന എല്ലാവർക്കും കാണാൻ പറ്റും. അപ്പോൾ ഇതിന് ഓരോ ആൾക്കാരടുത്ത് സംസാരിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് പതുക്കെ കഴിക്കാൻ പറ്റുന്നുള്ളൂ. വേറെ ആരും വരുന്നുണ്ട്. ഞാൻ പൊതുവെ ബ്രെഡിൻ്റെ സൈഡ്സ് മാറ്റി കഴിക്കുന്ന ആളല്ല, പക്ഷെ ഇത് ഭയങ്കര ഹാർഡായിട്ടിരിക്കും, അതുകൊണ്ട് വേറെ ചോയ്സ് ഇല്ല. ഓക്കെ, കഴിക്കട്ടെ കേട്ടോ. ബൈ. ഓക്കെ, സോ ഞാനൊരു ഡിഫറെൻറ്റ് സെറ്റപ്പിൽ വന്നിരിക്കുക. വേറൊരു റൂമിൻ്റെ അകത്ത്. ഇതൊരു കോൺഫറൻസ് റൂമാണ്, പക്ഷേ ഇപ്പം അങ്ങനെ അധികം മീറ്റിങ്സ് ഒന്നും ഇപ്പം ഇല്ലാത്തതുകൊണ്ട് ഈ റൂം അങ്ങ് ഒഴിവായി കിടക്കുക. ചെറിയ കോൺഫറൻസ് റൂമാണ്. അപ്പോൾ ഇവിടെ വന്ന് വർക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു. എനിക്ക് കുറച്ച് വർക്ക്സ് എന്തായാലും കംപ്ലീറ്റ് ചെയ്ത് തീർക്കണം. അപ്പോൾ ഇവിടെ സമാധാനമായിട്ടിരുന്ന് വർക്ക് ചെയ്യാമല്ലോ. ഞാൻ കാണിച്ചു തരാം. ഈ ഒരു ചെറിയ റൂം, ഇതാണ് റൂം. ഇരിക്കാൻ ഇതൊക്കെ ഉണ്ട്. പിന്നെ നമുക്ക് TV കണക്ട് ചെയ്യണമെങ്കിൽ കണക്ട് ചെയ്യാം. വൈറ്റ് ബോർഡൊക്കെ ഉണ്ട്. അപ്പോൾ ഇതാണ് എൻ്റെ ന്യൂ വർക്കിംഗ് പ്ലേസ് ഫോർ ദ ടൈം ബീയിങ്. ഓക്കെ, മെസ്സേജ് വന്നത്. സോ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ ലാപ്ടോപ്പ് എന്തായാലും ഓൺ ആക്കിയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് കുറച്ച് മെസ്സേജസൊക്കെ ഞാൻ നോക്കി. സോ അങ്ങനെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മെസ്സേജിനൊക്കെ ഞാൻ രാവിലെ തന്നെ റിപ്ലൈ കൊടുത്തു. മെയിൽസ് ഒന്നും തുറന്നിട്ടില്ല. അപ്പോൾ അതിന് മുന്നേ സാധാരണ ഇന്ന് എന്തൊക്കെയാണ് ഫിനിഷ് ചെയ്യേണ്ടത്, ഇന്നത്തെ വർക്ക് എന്തൊക്കെയുണ്ട്, ഏതൊക്കെയാണ് ഇമ്പോർട്ടൻറ്റ് വർക്ക്സ് ആദ്യം ഫിനിഷ് ചെയ്യാൻ, ഇന്ന് കൊടുക്കേണ്ട വർക്ക്സും പിന്നെ മെസ്സേജസ് അയക്കേണ്ടതും അങ്ങനെയൊക്കെ കുറേ ഞാൻ ഇങ്ങനെ നോട്ട് ഡൗൺ ചെയ്ത് വയ്ക്കും. അതാകുമ്പോഴേക്ക് അതനുസരിച്ച് കട്ട് ചെയ്ത് പോകാമല്ലോ. അപ്പോൾ ഞാൻ ആ ലിസ്റ്റ് ഉണ്ടാക്കട്ടെ. എല്ലാവരും ഫാൻസി ആയിട്ട് പറയത്തില്ലേ, ടു ഡു ലിസ്റ്റ്. ദാറ്റ് ലിസ്റ്റ്, ആ ലിസ്റ്റ് ഞാൻ ഉണ്ടാക്കട്ടെ. അപ്പോൾ ഓക്കെ, ഞാൻ എൻ്റെ ലിസ്റ്റ് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇന്ന് തീർക്കാൻ വേണ്ടിയിട്ട് എനിക്ക് 7 കാര്യങ്ങളുണ്ട് എൻ്റെ ലിസ്റ്റിൽ ചെയ്ത് തീർക്കാൻ വേണ്ടിയിട്ട്. സോ എനിക്ക് ഫസ്റ്റ് മെയിൽസ് വെക്കണം. പിന്നെ ഒരു പ്രോജക്റ്റിന് വേണ്ടി കുറച്ച് ഗൈഡ് ലൈൻസ് പ്രിപ്പയർ ചെയ്യണം. പിന്നെ വേറൊരു പ്രോജക്റ്റിന് വേണ്ടിയിട്ട് കുറച്ച് ഫോംസൊക്കെ പ്രിൻ്റ് ചെയ്തിട്ടുണ്ട്, അത് ക്രോസ് വെരിഫൈ ചെയ്യണം. ഒരു ഫയൽ തന്നത് അതായിട്ട് ക്രോസ് വെരിഫൈ ചെയ്യണം. പിന്നെ കോൾസ് ഉണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് വേറെ കുറച്ച് പ്രിൻ്റ് ഔട്ട്സ് എടുക്കണം. പിന്നെ കുറേ ഫോംസ് മുംബൈയിൽ സെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അതൊരു പുള്ളിക്കാരന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് കൊടുത്തിട്ടുണ്ടോ ഇല്ലയോ എന്ന് പുള്ളിക്കാരനോട് ചോദിക്കണം. എന്നിട്ട് കൊറിയർ ആളായിട്ട് ഡീൽ ചെയ്യണം. പിന്നെ അത് കഴിഞ്ഞിട്ട് നാളെ ഒരു ഇമ്പോർട്ടൻറ്റ് കോളുണ്ട്. അപ്പോൾ ആ കോളിന് വേണ്ടിയിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് എന്തെങ്കിലും പ്രിപ്പയർ ചെയ്ത് വെക്കണം. യു ഹാവ് ടു ബി റെഡി വിത്ത് 1 or maybe 2 questions for a call. സോ ആ കോളിന് എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് പ്രിപ്പയർ ചെയ്ത് വെക്കണം. അപ്പോൾ അതൊക്കെയാണ് ഇമ്പോർട്ടൻറ്റ് കാര്യം. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് എൻ്റെ പ്ലാൻ വന്നിട്ട് ഒരു 4 ഒക്കെ ആകുമ്പോഴേക്കും ഓഫീസിൽ നിന്ന് ഇറങ്ങാനാണ്. സോ ഞാനിപ്പോൾ ടീൻ്റെ വീട്ടിലാണ് നിൽക്കുന്നത്. കാരണം മിഥുവും DJയും വീട്ടിൽ പോയേക്കുമോ. അപ്പോൾ ടീ ഒറ്റയ്ക്ക്. അപ്പോൾ സോ ഐ തോട്ട് ഓഫ് സ്റ്റേയിങ് വിത്ത് ടീ. അപ്പോൾ ഞാൻ അവിടെ നിന്ന് ഓഫീസിൽ വന്നത്. അങ്ങനെ തിരിച്ചു അപ്പോൾ
ടീൻ്റെ വീട്ടിലേക്ക് തന്നെ പോകണം. അപ്പോൾ ഒരു 4 ഒക്കെ ആയിട്ട് മെട്രോ പിടിച്ച് അങ്ങ് MG റോഡ് വരെ എത്തി. പിന്നെ ടീ എന്തായാലും എത്തുമ്പോഴേക്കും 9:30 ആവും. സോ അതുവരെ ഞാൻ എന്തായാലും ഒറ്റയ്ക്ക് ഇരിക്കണമല്ലോ. അപ്പം ഞാൻ വിചാരിച്ചു എവിടെയെങ്കിലും ചർച്ച് സ്ട്രീറ്റോ MG റോഡോ എവിടെയെങ്കിലും മേ ബി ഷോപ്പിങ്ങിനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കഫേയിൽ വല്ലതും പോയിരിക്കാമെന്ന്. കാരണം കുറേ ആയി ഞാൻ എവിടെയെങ്കിലും ഒന്ന് ഒറ്റയ്ക്ക് പോയെന്ന് സമാധാനമായിട്ട് എന്തെങ്കിലും ഒരു ഫുഡ് കഴിച്ചിട്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ടൈം കിട്ടുകയാണെങ്കിൽ അപ്പോഴത്തെ ആ ഒരു മൂഡനുസരിച്ച് നടക്കുള്ളൂ. പക്ഷെ ഇതാണ് എൻ്റെ മനസ്സിൽ പോണത്. അങ്ങനെ പോകണമെന്നൊരാഗ്രഹമുണ്ട്. പക്ഷെ നടക്കുമല്ലോ എന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ ഞാനിത് തുടങ്ങട്ടെ. പിന്നെ ഓക്കെ, ഞാൻ ഇടയ്ക്ക് വരാം. ഓക്കെ, ഞാനിപ്പോൾ ഒരു കോളിൽ കയറാൻ പോവാം. കുറച്ച് ഡൗട്ട്സ് ഉണ്ട് വർക്കിനെ പറ്റിയിട്ട്. അപ്പോൾ ഒരു ക്വിക്ക് കോളിൽ കയറാമെന്ന് വിചാരിച്ചു. കാരണം ചാറ്റ് ചെയ്തുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ നടക്കത്തില്ല. അപ്പോൾ അതിനെക്കാട്ടും പെട്ടെന്ന് വിളിച്ച് സംസാരിച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കി പെട്ടെന്ന് വയ്ക്കുക. അപ്പോൾ ഞാൻ കോളിൽ കയറട്ടെ. അങ്ങനെ ലിസ്റ്റിൽ ഇപ്പോൾ ഓരോ കാര്യങ്ങൾ കട്ട് ചെയ്ത് വരിക. സോ ഇന്നൊരു ഇമ്പോർട്ടൻറ്റ് വർക്ക് ഉണ്ടായിരുന്നു, ഞാൻ പറഞ്ഞില്ലേ. അപ്പോൾ അതിൽ ഒരു വർക്ക് ഞാൻ ഇപ്പോൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. അത് ഞാൻ ക്രോസ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എൻ്റെ ടീം മെമ്പറിനെ അയച്ചേക്കുക. അപ്പോൾ പുള്ളിക്കാരത്തി ക്രോസ് ചെക്ക് ചെയ്തിട്ട് എന്തെങ്കിലും ചേഞ്ചസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയുമെന്നാണ് പറഞ്ഞത്. ഇപ്പോൾ പുള്ളിക്കാരത്തി എവിടെ പോയിരിക്കും. സോ ഞാൻ അത് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ അന്നേരം കൊണ്ട് ഇപ്പോൾ ഇത്രയും നേരം പണിയെടുത്തു, കോൾസൊക്കെ ചെയ്തു, പിന്നെ കുറച്ച് ബ്രേക്ക് ആവല്ലേ. അപ്പോൾ ഞാൻ വിചാരിക്കുക, ഞാൻ ഇങ്ങനെ ഇവിടെ നിന്ന് സാധാരണ ഞാൻ കോഫി കുടിക്കത്തില്ല. അപ്പോൾ ഞങ്ങളുടെ ഓഫീസിൽ നിന്ന് നമുക്ക് ചായ പോയിന്റിൽ നിന്ന് ഇത് ടീ കിട്ടും. സോ അവിടുത്തെ ചായ വന്നിട്ട് എനിക്കറിയത്തില്ല, നമ്മുടെ ഈ നാടൻ ചായയുടെ ഒക്കെ ടേസ്റ്റ് ഇല്ലേ, തട്ടാടയിൽ നിന്നൊക്കെ അവർ കറക്റ്റ് കൺസിസ്റ്റൻ്റിൽ കടുപ്പവും പാലും പഞ്ചസാര എല്ലാം കറക്റ്റ് കൺസിസ്റ്റൻസിയിൽ കിട്ടത്തില്ല, ഒരു പെർഫെക്റ്റ് ചായ. അപ്പോൾ എനിക്ക് അവിടുത്തെ ചായ ഭയങ്കര ഇഷ്ടമാണ്. സാധാരണ ഞാനും എൻ്റെ മറ്റേ റൂംമേറ്റില്ല അനക്ക, അവളും കൂടെ വരുമ്പോഴേക്കാണ് ഞങ്ങൾ എപ്പോഴും ചായ ഒന്നിച്ച് കുടിക്കുന്നത്. ഇതിപ്പോൾ ഇന്ന് അനക്കയില്ല, സോ ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ. അപ്പോൾ ഞാൻ വിചാരിച്ചു അവിടെ താഴെ വരെ പോകണോ വേണ്ടോ ഞാൻ വിചാരിക്കുക. എനിക്ക് പക്ഷെ ചായ കുടിക്കണമെന്നുണ്ട്, പക്ഷെ അതുവരെ ഒറ്റയ്ക്ക് നടക്കാൻ തോന്നുന്നില്ല. ഞാൻ അതിങ്ങനെ വിചാരിച്ചുകൊണ്ടിരിക്കുക. സോ ഇതിപ്പോൾ എൻ്റെ സെക്കൻഡ് ഡേ ആ ഓഫീസിൽ ഈ ആഴ്ചയിൽ. ലാസ്റ്റ് മന്ത് മെയ് 24 ഞാൻ നാട്ടിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ 24 ടിൽ ഈ മാസം എപ്പോഴാണ്, ഡേറ്റ് ഓർമ്മയില്ല കേട്ടോ. സോ മെയ് 24 ടു April 15 വരെ ഞാൻ നാട്ടിലായിരുന്നു. സോ ഓൾമോസ്റ്റ് ഒരു 3 വീക്സ് തന്നെ ഞാൻ നാട്ടിലുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഭയങ്കര മടിയായിരുന്നു തിരിച്ച് ബാംഗ്ലൂർക്ക് വരാനും. ഈ കുറേ നാൾ വീട്ടിലിരുന്ന് ഒരു കംഫർട്ട് സോൺ ഉണ്ടാവുമല്ലോ, ആ ഒരു സുഖം എനിക്ക് അത് വിട്ട് വരാനേ എനിക്ക് തോന്നുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഭയങ്കര വിഷമമൊക്കെ ആയിരുന്നു കേട്ടോ. പിന്നെ വന്നു, പിന്നെ ഫ്രണ്ട്സിനെ കണ്ടു, അപ്പോൾ പിന്നെ അങ്ങ് കുഴപ്പമില്ലാണ്ടായി. അങ്ങനെ ഇപ്പോൾ എൻ്റെ സെക്കൻഡ് ഡേ ബാക്ക് ടു ഓഫീസ്. സോ അങ്ങനെ. പക്ഷേ വർക്കിനൊന്നും ഒട്ടും കുറവില്ല, വർക്ക് കൂടി വരും. അപ്പോൾ കോഫി വേണോ ചായ വേണോ, ഞാൻ ശരിക്കും ഡിസൈഡ് ചെയ്യുക. ചായ കുടിക്കല്ലേ. ആ ചായയുടെ സ്ഥലം ഇതുവരെ കാണിച്ചിട്ടില്ലല്ലോ. അപ്പോൾ ഞാൻ ചായ പോയിന്റ് ഞാൻ കാണിച്ചു തരാം. സോ ഞങ്ങളുടെ ഓഫീസ് വന്നിട്ട് 5th ഫ്ലോറിലാണ്. അപ്പോൾ ഈ ചായ പോയിന്റ് വന്നിട്ട് 3rd ഫ്ലോറിലുള്ളത്. സോ ലെറ്റ്സ് ടേക്ക് എ ബ്രേക്ക്. എനിക്കിനി ഒരു കോളുണ്ട്, അത് നോക്കട്ടെ. 2 മണിക്ക് കോളുള്ളൂ. സോ 2 മണി വരെ ഐ ആം ഫ്രീ. മെയിൽസ് വന്നിട്ടുണ്ട്, ഞാൻ നോക്കട്ടെ.
ഓക്കെ, ഞാൻ ചായ കുടിക്കാൻ പോകാമെന്ന് പറഞ്ഞില്ലേ, പക്ഷെ എൻ്റെ ഇടയ്ക്ക് മെയിൽസും മെസ്സേജസൊക്കെ വന്നു. അപ്പോൾ എനിക്ക് റിപ്ലൈ ചെയ്യേണ്ടി വന്നു. സോ ഞാൻ ഇപ്പം എണീറ്റു, ഞാൻ ഇപ്പോൾ ബ്രേക്ക് എടുക്കുക. അപ്പോൾ ഞാൻ ചായ കുടിക്കാൻ പോകാമെന്ന് തന്നെ ഞാൻ വിചാരിച്ചു. വൈ നോട്ട്? ഒന്നല്ല 2 ചായ ഞാൻ കുടിച്ചത്. പക്ഷെ ചെറിയ കപ്പ് ചായ കേട്ടോ. പക്ഷെ എന്നാലും ഞാൻ 2 കപ്പ് ചായ കുടിച്ചു. ആദ്യമായിട്ട് ഞാൻ 2 കപ്പ് ചായ കുടിക്കുന്നത്. പക്ഷെ എനിക്ക് ശരിക്കും ഇഷ്ടം. അഗെയിൻ ബാക്ക് ടു വർക്ക്. ഞാനിപ്പോൾ പ്രിൻറ്റിങ് സെക്ഷൻ്റെ അവിടെ നിൽക്കാം. കുറച്ച് ഫോംസ് പ്രിൻറ്റ് ചെയ്യണം. സോ പ്രിൻ്ററിൻ്റെ അവിടെ നിൽക്കും. അപ്പോൾ ഇനി കുറച്ച് നേരത്തേക്ക് എൻ്റെ പണി ഇവിടെ നിന്നുകൊണ്ടേയിരിക്കും. പ്രിൻറ്റിങ് മെഷീനും ഞാനും ഒന്നിച്ച് വർക്ക് ചെയ്യാൻ പോകും. Okay, so it's much later now and ഇപ്പോൾ ടൈം 2:15 ആയിട്ടുണ്ട്. എനിക്കൊരു കോൾ കഴിഞ്ഞു. ഇനി ആഫ്റ്റർ 20 minutes I've got another call. സോ അത് കഴിഞ്ഞിട്ട് ലഞ്ച് കഴിക്കാമെന്ന് വിചാരിക്കുന്നത്. ആൻഡ് ഞാൻ പറഞ്ഞില്ല, ഒരു ഇമ്പോർട്ടൻറ്റ് വർക്ക് ഉണ്ടായിരുന്നു. അതിൻ്റെ അത് റൗണ്ട് അപ്പ് സെഷനായിരുന്നു. സോ കുറച്ച് ഡൗട്ട്സൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അത് ക്ലിയർ ആക്കാൻ വേറൊരു കോളിൽ കയറുക. ആൻഡ് it's a big deal. Yeah, so it's a big deal and I'm really worried about it. പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് കുറേ ആൾക്കാരായിട്ട് സംസാരിച്ചും അങ്ങനെയൊക്കെ ഇരിക്കുകയായിരുന്നു. സോ ടൈം പോയത് അറിഞ്ഞില്ല. പിന്നെന്താ, ഇതിനിടയ്ക്ക് സ്നാക്സ് കഴിച്ചു. അപ്പോൾ പിന്നെ അധികം വിശപ്പില്ല. ഒരു 20 minutes കഴിഞ്ഞിട്ട് എനിക്ക് തോന്നുന്നു 3:30 വരെ കോൾ ഉണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ അതുകൂടെ കഴിഞ്ഞിട്ട് ലഞ്ച് കഴിക്കാനാണ് പ്ലാൻ. I'm so tired. കുറച്ചായിട്ട് ആൾക്കാർ പോവാൻ തുടങ്ങിയിട്ടുണ്ട്. ഞാനൊരു 4:45 ഒക്കെ ആകുമ്പോഴേക്ക് ഇറങ്ങാൻ വേണ്ടി ഇരിക്കുക. കുറച്ചുകൂടെ വർക്ക് ഉണ്ട് കംപ്ലീറ്റ് ചെയ്യുക. ഹലോ, കറൻ്റ്ലി ഇറ്റ്സ് 4:50 റൈറ്റ് നൗ ആൻഡ് ഐ എം സ്റ്റിൽ ഇൻ ദി ഓഫീസ്. എനിക്ക് ഇതിൻ്റെ ഇടയ്ക്കൊരു കോൾ ഉണ്ടായി. അങ്ങനെ ഞാനിപ്പോൾ മറ്റേ എന്താ പറയുക, ആ കോളൊക്കെ ചെയ്യുന്ന ഒരു റൂമിൽ വന്നിരിക്കുക. ഇനി കുറച്ച് കഴിഞ്ഞിട്ട് ഇറങ്ങണം. പിന്നെന്താ, വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. എൻ്റെ ലിസ്റ്റിൽ ഞാൻ രാവിലെ ഉണ്ടാക്കിയില്ല, ഞാൻ പറഞ്ഞില്ല 7 items ഉണ്ട് കംപ്ലീറ്റ് ചെയ്യാൻ. അതിൽ ഐ എം ഓൾമോസ്റ്റ് ഡൺ വിത്ത് ദ 7th item. പക്ഷെ ഇന്ന് എനിക്ക് ചെയ്ത് തീർക്കാൻ പറ്റത്തില്ല. സോ അത് നാളെ രാവിലെ കൊണ്ടുതീരും. സോ ഐ എം ഓൾമോസ്റ്റ് ഡൺ വിത്ത് മൈ ലിസ്റ്റ് ആൻഡ് ഐ എം റിയലി ഹാപ്പി അബൌട്ട് ഇറ്റ്. പിന്നെ വേറെന്താ, ഓഫീസിൽ ഇപ്പോൾ കുറേ ആൾക്കാർ ഇപ്പോൾ പോയിട്ടോ. സാധാരണ ഓഫീസിൽ എല്ലാവരും ഒരു 1:30, 2 ഒക്കെ ആകുമ്പോഴേക്ക് മിക്ക ആൾക്കാരും ഇറങ്ങും. കാരണം ഇവിടുത്തെ ഈ മാർത്തള്ളി, സർജാപുർ ആ റോഡൊക്കെ ഫുള്ളി ബ്ലോക്ക്ഡ് ആയിരിക്കും 3 കഴിഞ്ഞ് കഴിഞ്ഞാൽ.
അപ്പോൾ കഴിയുന്നതും എല്ലാ ആൾക്കാരും ഒരു 3 മുന്നെങ്കിലും ഇവിടെ നിന്ന് വിടും. പിന്നെ ഞാൻ ഇന്ന് മെട്രോയിലാണ് പോണോണ്ട് ഇറ്റ്സ് ഫൈൻ, എന്തായാലും അധികം തിരക്ക് കാണത്തില്ല. പക്ഷെ മെട്രോയിൽ ഭയങ്കര തിരക്കായിരിക്കും. അപ്പോൾ ഒരു 6 മുന്നേ ഇറങ്ങി കഴിഞ്ഞാൽ ഇറ്റ്സ് ബെറ്റർ. അപ്പോൾ ഞാൻ ഇപ്പം ഇറങ്ങാം, ഒരു 5 ആകുമ്പോഴേക്കും ഇറങ്ങാൻ പ്ലാൻ ചെയ്യുക. ഞാൻ എന്തായാലും ഇത് ഓട്ടോ ബുക്ക് ചെയ്യണം, എന്നിട്ട് മെട്രോ സ്റ്റേഷൻ പോകണം, എന്നിട്ട് അവിടെ നിന്ന് MG റോഡിലേക്ക് പോകും. ഒരു 3 മണി കഴിഞ്ഞ് ഇവിടുന്ന് ക്യാബ് കിട്ടാൻ നല്ല പാടാണ്. ഞാൻ ഒരു അരമണിക്കൂറായിട്ട് ക്യാബ് നോക്കുന്നുണ്ട്. ക്യാബ് എനിക്ക് ഇപ്പോഴാണ് കിട്ടിയത്, 5:30 ആയി. ഞാനൊരു ബുക്ക് സ്റ്റോറിൽ വന്നിരിക്കും. അപ്പോൾ ഞാൻ എൻ്റെ ഫ്രണ്ടിന് വേണ്ടിയിട്ട് ഒരു 2 എന്താ പറയുക പോസ്റ്റ് കാർഡ്സ് എടുത്തു. സോ അത് ഞാൻ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പം ഞാൻ ഓരോ ബുക്സ് ഇങ്ങനെ നോക്കിക്കൊണ്ട് നടക്കുക. നല്ലൊരു നമ്മളൊരു ബുക്കിൻ്റെ ഒരു കടയിൽ കയറി വരുമ്പോഴേക്കും ആ ഒരു മണമില്ലേ, എനിക്ക് പഴയ സ്കൂളിലൊക്കെ പഠിക്കുമ്പോഴേക്ക് ഈ കുറേ ഗൈഡൊക്കെ വാങ്ങാൻ വേണ്ടി നമ്മൾ ഓരോ സ്റ്റോറിൽ പോകത്തില്ലേ, അതിൻ്റെ ഒരു മണം. അപ്പോൾ എനിക്ക് ഈ ബുക്ക് സ്റ്റോറിൽ കയറിയപ്പോൾ ആദ്യം ആ മണം അടിച്ചു. അപ്പോൾ എനിക്ക് എൻ്റെ സ്കൂൾ ടൈമിൽ കൊണ്ടുപോയി. സോ ഞാൻ ഇവിടെ ബുക്ക് സ്റ്റോറിൽ നിൽക്കുക. സോ ഞാനങ്ങനെ ഒരു 7:30 ആയപ്പോൾ ഞാൻ വീട്ടിലെത്തി. അങ്ങനെ ഞാൻ എൻ്റെ നേരെ കയറി കുളിച്ചു, ഫ്രഷ് ആയിട്ട് അങ്ങനെ ഇരിക്കുക. ഞാനിപ്പോൾ ടീനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അത് കഴിഞ്ഞിട്ട് വേണം ഡിന്നറിന് എന്താ കഴിക്കേണ്ടതെന്ന് പ്ലാൻ ചെയ്യാൻ വേണ്ടിയിട്ട്. സോ ഇന്ന് ഞാൻ ശരിക്കും വ്ളോഗ് എടുക്കണമെന്ന് വിചാരിച്ചല്ല. ഇന്നലെ തലേന്ന് കിടക്കുമ്പോഴേക്ക് ഞാൻ വിചാരിച്ചു ഓക്കെ ഒരു വ്ളോഗ് എടുക്കാം, എന്തായാലും ഓഫീസിൽ പോവല്ലേ, കുറേ നാളെ ഓഫീസിലുള്ള കാര്യങ്ങൾ കാണിച്ചിട്ട്. അപ്പോൾ ഇന്ന് രാവിലെ എഴുന്നേറ്റപ്പോൾ എനിക്ക് യാതൊരു മൂഡും ഉണ്ടായിരുന്നില്ല വ്ളോഗ് എടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ജസ്റ്റ് ഓരോ വീഡിയോസൊക്കെ ഇങ്ങനെ ക്യാപ്ചർ ചെയ്ത് പിന്നെ അങ്ങ് ഓഫീസിലെത്തിയപ്പോൾ ഓക്കെ പിന്നെ വ്ളോഗ് എടുക്കാൻ തന്നെ വിചാരിച്ചു. അങ്ങനെ ഓഫീസിലെ കുറച്ച് വിശേഷങ്ങൾ കാണിച്ചു തന്നു. അപ്പോൾ രാവിലെ 9 to 6 ആണ് എൻ്റെ ഓഫീസ് അവേഴ്സ്. അപ്പോൾ അതാണ് ഞാൻ ക്യാപ്ചർ ചെയ്യാൻ ഉദ്ദേശിച്ചത്. സോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു എല്ലാവർക്കും. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് സപ്പോർട്ട് ചെയ്യുക. എല്ലാവരും പറയുന്ന പോലെ പ്ലീസ് ഡു ലൈക്ക് മൈ വീഡിയോ, ഷെയർ ചെയ്യുക, മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്യുക. പിന്നെ ആ സബ്സ്ക്രൈബ് ബട്ടൺ കൂടെ ഒന്ന് നെക്കിക്കേ പ്ലീസ്. എനിക്കറിയാം ഞാൻ കോൺസെൻട്രേറ്റ് ആയിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നില്ല. ഞാനിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുക ഏതെങ്കിലും ഒരു നല്ല ഒരു മൊമെൻറ്റ് വരാൻ വേണ്ടിയിട്ടോ അങ്ങനെ എന്തെങ്കിലും. പക്ഷേ ആ നല്ലൊരു മൊമെൻറ്റ് വരാൻ വേണ്ടിയിട്ട് ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുന്ന പകരം ഞാൻ എൻ്റെ ഡെയിലി യൂഷ്വലായിട്ട് നടക്കുന്ന ഓരോ കാര്യങ്ങൾ തന്നെ ഞാൻ കാണിക്കാമെന്ന് വിചാരിക്കുക. ചിലപ്പോൾ ബോറിംഗ് ആയിരിക്കും. മേ ബി ആർക്കെങ്കിലും എൻ്റെ ബോറിംഗ് ആയിട്ടുള്ള ഓരോ ദിവസങ്ങൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഐ വിൽ റിയലി അപ്രീഷിയേറ്റ് ഇറ്റ്. സോ എല്ലാവരും നന്നായിട്ടിരിക്കുക, ഹാപ്പി ആയിട്ടിരിക്കുക. ബൈ ബൈ. അയ്യോ ഒരു മിനിറ്റ്, എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴേക്കും ഞാൻ ഒരു കാര്യം പറയാൻ മിസ്സായി പോയത്. സോ ഞാൻ രാവിലെ ഇങ്ങനെ പറഞ്ഞില്ലേ എനിക്ക് ഒറ്റയ്ക്ക് എവിടെയെങ്കിലും പോയി കഴിക്കണമെന്നൊരു കഫേയിലിരുന്ന്. അങ്ങനെ ഞാൻ ബുക്ക് സ്റ്റോറിൽ നിന്ന് എൻ്റെ ഫ്രണ്ടിന് വേണ്ടി ഞാൻ ഒരു പോസ്റ്റ് കാർഡ് മേടിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ മിലാനോ പോയി അവിടെ എന്തെങ്കിലും കേക്കോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കഴിക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ അവിടുത്തെ കേക്കൊക്കെ കണ്ടിട്ട് എനിക്ക് എന്തോ കഴിക്കാൻ തോന്നിയില്ല. പക്ഷെ ഞാൻ അവിടുത്തെ കുക്കീസ് ഞാൻ വാങ്ങിച്ചു. ഞാൻ വീഡിയോ ഇട്ടില്ലേ സിനമൺ ന്യൂട്ടെല്ല കുക്കീസ്, അത് ഞാൻ വാങ്ങിച്ചു. ഇപ്പം ഞാൻ ഇത് ബോക്സിലാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. അവിടെ ഇരുന്ന് കഴിച്ചില്ല, ബിക്കോസ് അവിടെ ഒട്ടും സ്ഥലമില്ലിരിക്കാൻ വേണ്ടിയിട്ട്, ഫുള്ളി പാക്ഡ് ആയിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ തിരിച്ച് തന്നെ കൊണ്ടുവന്നു. പിന്നെ ഞാൻ ടീക്കും കൂടെ ഒരെണ്ണം മേടിച്ചിട്ടുണ്ട്. സോ ഞങ്ങൾ ടീയും കൂടെ ഓഫീസിൽ നിന്ന് വന്നിട്ട് ഞങ്ങൾ ഒന്നിച്ച് കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്ന് ശരിക്കൊരു വളരെ നല്ല ഒരു ദിവസമായിരുന്നു. ഞാൻ വിചാരിച്ച എല്ലാ കാര്യങ്ങളും എനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റി. സോ ഇന്ന് ശരിക്കും നല്ലൊരു ദിവസമായിരുന്നു. അപ്പോൾ എല്ലാവർക്കും അതുപോലെ ഒരു നല്ലൊരു ദിവസം ഞാൻ വിഷ് ചെയ്യുക എല്ലാവർക്കും. എനിക്കതിൻ്റെ മലയാളം അറിയത്തില്ല. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആവട്ടെ. ബൈ ബൈ.